ഒരു സാധാ അച്ഛൻ്റെയും അമ്മയുടെയും കൂലിപ്പണിയാണ്. ലക്ഷംപൊടി കോളനിയിലാണ് ജനിച്ചതും വളർന്നതും. ഈ ബിസിനസ്സിൽ വരുന്നത് വരെ ആ ലക്ഷംപൊടി തന്നെയായിരുന്നു. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രക്ഷപ്പെടണം എന്നുള്ളൊരു മൊബൈൽ ഷോപ്പായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. മൊബൈൽ ഷോപ്പ് ഓൾറെഡി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകും. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ലക്ഷംപൊടി ഞാൻ പഠിക്കുന്ന 1ാം ക്ലാസ് തൊട്ടിട്ട് കേൾക്കുന്നതാണ്. ലക്ഷംപൊടി ആ ലക്ഷം വീട്ടിലാണ്, അവൻ ലക്ഷം വീട്ടിലാണെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ. അപ്പൊ എങ്ങനെയെങ്കിലും പണിയെടുത്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ ഒരു മൊബൈൽ ഷോപ്പല്ല ശരിക്കും തുടങ്ങിയത്. CD ഷോപ്പാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ CD? അതിന് മുന്നേ ഒരു പണി ഉണ്ടായിരുന്നു, സ്വർണ്ണപ്പണി. എന്റെ കുലത്തൊഴിലാണ്. പക്ഷെ സ്വർണ്ണപ്പണി പഠിച്ച് ഞാൻ വരുമ്പോഴേക്കും, വിദ്യാഭ്യാസം പോലും മാറ്റി വെച്ച് സ്വർണ്ണപ്പണി പഠിച്ചു വരുമ്പോഴേക്കും സ്വർണ്ണപ്പണി എന്തായിപ്പോയി, ഔട്ടായിപ്പോയി. അതിനുശേഷമാണ് CD ഷോപ്പ് തുടങ്ങിയത്. CD നല്ല ട്രെൻഡായി വരുമ്പോൾ അതും എന്തായി, ഔട്ടായി പോയി. അതിനുശേഷമാണ് മൊബൈൽ ഫീൽഡിലേക്ക് വന്നത്. മൊബൈൽ ഫീൽഡ് നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ വരുമ്പോൾ അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു. ശ്വാസകോശത്തിൽ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അനുജനോട് പറഞ്ഞു, എൻ്റെ അനിയനോട് പറഞ്ഞു, 3 മക്കളെ നമ്മൾ രചിയുണ്ട്, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ഥലം എടുത്തിട്ട് ഈ ലക്ഷംപൊടി എന്നുള്ള സ്ഥലത്ത് നമുക്ക് മാറണം. അങ്ങനെ ഞാനും അതിന് മുമ്പൊക്കെ പ്ലാൻ ചെയ്ത് ചെറിയ കുറച്ച് സ്ഥലം എടുക്കാന്ന് വെച്ചു. അങ്ങനെ സ്ഥലമൊക്കെ എടുത്തെന്ന് വെച്ചാൽ ചുറ്റിയൊക്കെ വിളിച്ച് സ്ഥലം എടുത്ത് ഞാൻ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു വീട് വെക്കണം. കാരണം അച്ഛൻ ഒരു അസുഖമുണ്ട്. അച്ഛൻ ഇന്ന് വരെ ജീവിതത്തിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചത് ചിരിച്ചത് ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ. അങ്ങനെ എങ്ങനെയെങ്കിലും അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നതിനെക്കാട്ടും മുന്നേ ഒരു വീട് വെക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും സ്ഥലം എടുത്ത് അതെല്ലാം ചുറ്റിയൊക്കെ വിളിച്ചിട്ടാണ്, ഫുള്ള് കടത്തിലാണ് എടുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഷോപ്പ് കൊണ്ട് മാത്രം ഇവിടെ ഇനി വീട് വെക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഷോപ്പും കൂടി തുടങ്ങാന്ന് വിചാരിച്ചു. കാരണം ലോണ് കിട്ടും ഇഷ്ടം പോലെ. അങ്ങനെ ഒരു ഷോപ്പിന്റെ പണിയൊക്കെ ഷോപ്പിന്റെ അഡ്വാൻസ് കൊടുത്ത് ഫർണിച്ചറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വീടിന്റെ തറയുടെ പണി, അടിത്തറ ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ അസുഖം കൂടി. 1 വർഷത്തോളം ഇവിടെയുള്ള കണ്ണൂർ ജില്ലയിലെ പല ഹോസ്പിറ്റലുമായി, കൊയിലി പരിയാരം തൊട്ട് കൊയിലി, AKG, അങ്ങനെ തലശ്ശേരി ഗവൺമെന്റ്, കൂത്തുപറമ്പിൽ, ഇങ്ങനെ 1 വർഷത്തോളം ഇവിടെ തന്നെയായി. 1 വർഷം കഴിഞ്ഞപ്പോൾ തലശ്ശേരി എന്ന് പറഞ്ഞാൽ അച്ഛന് കുറച്ച് സീരിയസ് ആണ്, ഞാൻ കോഴിക്കോടേക്ക് മാറ്റണമെന്ന്. അങ്ങനെ കോഴിക്കോടേക്ക് മാറ്റി. 1 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അച്ഛൻ. ഈ 2 വർഷം അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. 1 വർഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 1 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരണപ്പെട്ടു. സ്വപ്നങ്ങളെല്ലാം പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കാരണം അച്ഛൻ പോയി. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വർഷവും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയായിരുന്നു. വേറെ ജോലിയില്ല, വരുമാനമില്ല. നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരൻ 2 വർഷമൊക്കെ ഹോസ്പിറ്റലൈസ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂ, അത്രയും വലിയ കടങ്ങളായി, വലിയ ബാധ്യതകളായി. ഏകദേശം 6 ലക്ഷം രൂപക്ക് ചെറിയ പ്രായത്തിൽ ബാധ്യതയായി. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്നതാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല സത്യത്തിൽ. കാരണം ഷോപ്പെല്ലാം പോയി. 2 വർഷം പൂട്ടിയിട്ട് കഴിഞ്ഞാൽ ആ ഷോപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് പോയി. പാതി വഴിയിൽ ഒരു ഷോപ്പ് പണി ചെയ്ത് വെച്ചു. അത് തുറക്കണമെങ്കിൽ 2 വർഷത്തെ വാടക ഇനിയും കൊടുക്കണം. അപ്പൊ എല്ലാം വീടിന്റെ പണി അവിടെ സ്റ്റക്കായി. എല്ലാം ഒന്നും അല്ലാതെ ഫുള്ള് കടത്തിലും ബാധ്യതകളായി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്താണ് ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു സത്യത്തിൽ. ഇനി വീട്ടിൽ നിന്ന് നിൽക്കാൻ പറ്റില്ല. കടക്കാരൻ, ഒരു അച്ഛൻ മരണപ്പെട്ട സിമ്പതി ഒരു 2 മാസം 3 മാസമൊക്കെ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞപ്പോൾ കുടുംബക്കാരും സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ടേക്ക് മാറി. കാരണം വാങ്ങിച്ച പൈസ ഒരുപാട് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിനി നാടുവിടാൻ പോവാണ് അമ്മ, ഇനി എനിക്ക് ഇവിടെ ശരിയാവില്ലെന്നു. അപ്പൊ ഞാൻ സ്ഥലം വേണ്ടേ നാടുവിടാൻ. ഒന്ന് ചെന്നൈ, ബോംബെ, ബാംഗ്ലൂർ 3 സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ പോകാൻ പൈസ ഇല്ല, അതുകൊണ്ട് നാടുവിടാൻ പറ്റുന്നില്ല സത്യത്തിൽ. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്ത് ഒരു ദിവസം ഇൻസൈഡൊക്കെ ആയിട്ട് എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ബാഗൊക്കെ എടുത്തിട്ട്. എല്ലാവരും വിചാരിച്ചു ലക്ഷംപൊടില്ല, അപ്പുറത്തുള്ള ആൾക്കാരുണ്ട്. എല്ലാവരും വിചാരിച്ചു ബാങ്ക് കറക്കണം. എന്റെ സുഹൃത്താണ്, കുറച്ച് ദൂരെയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു അവസരമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സോപ്പും വേസ്റ്റും ആണെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സോപ്പും വേസ്റ്റും വിറ്റാലൊന്നും എന്റെ കടം തീരൂല, ഞാൻ ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്ത് ചെയ്ത് കുറെ പറഞ്ഞ് വാദവരാതെ സംസാരിച്ചു. പുള്ളിക്കാരൻ പോയി. പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോഴേക്കും പുള്ളിക്കാരൻ വീണ്ടും എന്റെ വീട്ടിലേക്ക് വന്നു. അന്നും ഞാൻ പറഞ്ഞ പുള്ളിക്കാരനോട്, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടില്ലേ ഞാൻ ഈ പരിപാടിക്കില്ല. പുള്ളിക്കാരൻ ആദ്യം വന്നപ്പോൾ ഞാൻ ചായ കൊടുത്തേ, കഴിവരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ ദിവസം വന്നപ്പോൾ പുള്ളിക്കാരൻ 7 മണിക്ക് വന്നു, വെറും ചായ മാത്രം കൊടുത്തു. ശരി, പുള്ളിക്കാരൻ അമ്മ എന്ത് ചെയ്തു,
പോയി. മൂന്നാമത്തെ ദിവസം കൃത്യം 7 മണിക്ക് രാവിലെ വന്ന് വിളിക്കുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. ഞാൻ പറയും, മനുഷ്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇല്ല ഈ പരിപാടിക്ക്. അന്ന് വന്ന് ഒരു ചൂടുവെള്ളം കുടിച്ച് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ പാട്ട് പുള്ളിക്കാരൻ പോയി. 4-ാമത്തെ ദിവസം കൃത്യം 7 മണിക്ക് രാവിലെ 7 മണിക്ക് പുള്ളിക്കാരൻ തന്നെ വരുന്നു. ഞാൻ പറഞ്ഞു, മനുഷ്യ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇല്ലാന്ന്. അന്ന് കുറെ പറഞ്ഞ് വാദവരാതെ പുള്ളിക്കാരൻ അന്ന് സംസാരിച്ചു. പുള്ളിക്കാരൻ പോയി. 5-ാമത്തെ ദിവസം വന്നിട്ടില്ല. ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ട് പുള്ളിക്കാരൻ പോയി. 5-ാമത്തെ സ്ഥല 6-ാമത്തെ ദിവസം വീണ്ടും 5-ാമത്തെ പ്രാവശ്യം വീണ്ടും പുള്ളിക്കാരൻ കൃത്യം 7 മണിക്ക് എന്റെ വീട്ടിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, മനുഷ്യ ഒരു ഉറപ്പില്ലേ? ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ? സോപ്പും പേസ്റ്റും വിറ്റാന്ന് എന്റെ കടം തീരൂല. അങ്ങനെ പുള്ളിക്കാരൻ അന്നും പോയി. 6-ാമത്തെ പ്രാവശ്യം വന്നപ്പോ പുള്ളിക്കാരൻ 7 മണിക്കാണ് പുള്ളിക്കാരൻ വരിക. പുള്ളിക്കാരൻ പോയിട്ട് അത് 7 മണിക്ക് രാവിലെ വരും. 6-ാമത്തെ പ്രാവശ്യം വന്നപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? പുള്ളിക്കാരൻ ഒരു ഉടുപ്പില്ലാണ്ട് 25,000 രൂപ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു ചായ കുടിക്കേണ്ട പൈസ പോലും എനിക്കില്ല. അങ്ങനത്തെ എന്നോടാണ് പറയുന്നത് ഇവരെന്തെന്ന് 25,000 രൂപ. ഞാൻ പറഞ്ഞു, 25,000 പോയി 25 രൂപ പോലും എന്റെ കയ്യിലില്ല, 25 പൈസ പോലും ഇല്ല. പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അതിൽ ഐഡിയ ഉണ്ട്, പൈസ നമുക്ക് ഉണ്ടാക്കാം, ഇത് നല്ല പരിപാടിയാണ്. അപ്പൊ ഞാൻ ചെനക്കെന്തായാലും കുറച്ച് പൈസ വേണം. എന്താ എങ്ങനെയാന്ന് ചോദിച്ചു. അന്ന് ഈ പലിശ കൊടുക്കുന്ന ഒരു ടീമുണ്ട്. ഈ ബ്ലേഡ് അപ്പൊ ഞാനും അവരും പോയിട്ട് ഒരു പലിശക്കാരുടെ അടുത്ത് പോയിട്ട് 25,000 രൂപ എന്ത് ചെയ്ത് പലിശക്ക് ഇങ്ങോട്ട് വാങ്ങിച്ചു. ഞാൻ വിചാരിച്ചു 20,000 രൂപ പുള്ളിക്കാരനും കൊടുക്കുക, 5,000 രൂപ എന്ത് ചെയ്യാം എനക്കും എടുത്ത് നാട് വിടാന്ന്. പക്ഷെ കാലമാണ് 25,000 രൂപയും കൊണ്ട് എന്ത് ചെയ്തത് പോയി കളഞ്ഞു. ഞാൻ ശപിച്ചോണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ആ പൈസ കൊടുത്തത്. പുള്ളിക്കാരൻ പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു 3 ആഴ്ച പുള്ളിക്കാരൻ്റെ സംഭവമൊന്നുമില്ല. 3 ആഴ്ച പുള്ളിക്കാരൻ ഒന്നുമില്ല. 3-ാമത്തെ ആഴ്ച ആണ് പുള്ളിക്കാരൻ ഒരു പെട്ടിയെടുത്ത് എന്റെ വീട്ടിൽ വരുന്നു. ഞാൻ ചോദിച്ചാൽ ഇത് അങ്ങനത്തെ പ്രോഡക്റ്റ്. ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട. പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ അന്ന് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇങ്ങനെ വാദവരാതെ ഇങ്ങനെ സംസാരിച്ചു. പുള്ളിക്കാരൻ പോയി. അമ്മ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ചീത്ത അങ്ങോട്ടേക്ക് തുടങ്ങി. കടക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് ഇതും കൂടി എടുത്തത്. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തതല്ല, ഇത് വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി, നമുക്ക് സമാധാനം. അപ്പൊ എന്നെ മൂപ്പർ ഹോസ്പിറ്റൽ എന്ത് ചെയ്ത് ഗൾഫിൽ പോയിട്ടുണ്ടായിരുന്നു. ഏച്ചിന്റെ കല്യാണം ആദ്യം മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് ഇവരൊക്കെ പോയപ്പോ ഞാൻ വിചാരിച്ചു എന്താ ഒരു 25,000 രൂപ പലിശക്ക് എടുക്കുമ്പോൾ നിങ്ങളൊരു പേടിയൊന്നും ഇല്ലല്ലോ വിചാരിക്കുന്നുണ്ടാവില്ല. കാരണം 12 ലക്ഷം രൂപ 6 ലക്ഷം രൂപയോളം ഇപ്പം കടമുണ്ട്. ആ സമയത്താണ് 25,000 രൂപ എന്ത് ചെയ്യുന്നത് പലിശക്ക് എടുക്കുന്നത്. ഒരു പേടി ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ലക്ഷം രൂപ ഞാൻ കൊടുക്കൂല, എന്നെ കൊണ്ടാവൂല അത് കൊടുക്കുക. പിന്നെ അതിന്റെ കൂടെ 25,000 രൂപയും കൂടിയല്ല. എന്തായാലും ഞാൻ നാട് കൂട്ടാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് 25,000 രൂപ എടുത്തത്. നിങ്ങൾക്ക് ഇതേ ചങ്കൂറ്റൊക്കെ കിട്ടിയത് ഞാൻ കൊടുക്കൂലെന്ന് വെച്ചിട്ട് തന്നെ എടുത്തത്. അങ്ങനെ ആ 25,000 രൂപ പ്രൊഡക്റ്റ് എടുത്ത് വന്ന് പുള്ളിക്കാരൻ പ്രൊഡക്റ്റും തന്നിട്ട് പുള്ളിക്കാരന്റെ വാട്ടിലേക്ക് പോയി. ഇതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. ഞാൻ നല്ല ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇവർ പോയപ്പോ നമ്മളെ വീട്ടിലെടുത്തുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട്. സത്യത്തിൽ എല്ലാ ആളുകളുടെ, പക്ഷെ ആളുകളൊക്കെ കുറച്ച് മസിലാണ് ഈ പാലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം ഈ ലേഡീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർ വാങ്ങിക്കുമെന്ന് വിചാരിച്ച് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്ത് അവരെടുത്ത് പോയി. കാരണം നമുക്ക് ഈ പഠിക്കുമ്പോൾ ഈ പഞ്ചായത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാം ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെ ഈ പ്രോഡക്റ്റ് എടുത്തിട്ട് വേഗം അവരടുത്ത് പോയി, ലേഡീസിന്റെ അടുത്ത് പോയി കുറച്ച്. ഇത് ഏറ്റവും നല്ല കൊടുത്ത പ്രോഡക്റ്റാണ്. സ്ത്രീകൾക്ക് അവരെ പീരിയഡ്സിന്റെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വയറുവേദന, മൂഡ് ചേഞ്ച്, മൈഗ്രെയിൻ ഇങ്ങനെയുള്ള പ്രോഡക്റ്റാണ്, നല്ലതാണ്. ഇന്നലെ വരെ മൊബൈൽ ഷോപ്പ് നടത്തി ഞാൻ പോയിട്ട് ഇന്ന് പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അവസ്ഥ എങ്ങനെയിരിക്കും? അവരെ വായിന്ന് കുറെ കേട്ടു. ഞാൻ അങ്ങനെ തന്നെ പ്രോഡക്റ്റ് എടുത്തിട്ട് എന്ത് ചെയ്ത് പെട്ടിയിൽ വെച്ച് കട്ടിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചു. സ്വസ്ഥം. ഞാൻ ഇല്ലത്തോടു കൂടി ഈ പരിപാടി എന്ത് ചെയ്തു ഞാൻ നിർത്തി. ഞാൻ ചോദിച്ചാൽ ഒരു 2,000 രൂപ വരും. എന്തിനാ? ഞാൻ നാട് വിടുന്ന എനിക്ക് ഞാവില്ല ഇവിടെ നിൽക്കുക. കടക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാമനെ വിളിച്ചു പറഞ്ഞു, 2 മാമ പറഞ്ഞു ഇവൻ നാട് വിടുന്ന ഇറക്കാരുണ്ടാവുക ലക്ഷം വീടാ, മണ്ണിന്റെ കട്ടന്റെ മുകളിൽ ടാർപ്പായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലാണ് ഞാനും അമ്മയും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നാട് വിടാൻ തീരുമാനിച്ച അമ്മ പറഞ്ഞു ഇതിന്റെ ഉള്ളിലാക്കിയിട്ടാണോ ഞാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് അമ്മ മാമന്മാരെ വിളിച്ച്, മാമന്മാർ 2 വീട്ടിൽ വന്നു. എന്നാ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നാട് വിടുകയാണ്, ഇവിടെ 2 അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു നീ എടുത്ത ഷോപ്പില്ല, അത് നിന്റെ പേരിലല്ലേ ഉള്ളത്,
അതിന്റെ ഒരു ലോൺ നമുക്ക് എന്ത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കാം, നീ ലോൺ എടുത്തിട്ട് ഷോപ്പ് ഓടിക്കും. ഞാൻ പറയും ഞാനില്ല. പുള്ളിക്കാരൻ്റെ 2 കാരണവന്മാരുടെ നിർബന്ധത്തിൽ ഞാൻ എന്ത് ചെയ്തു, പോയിട്ട് ലോണിന് വേണ്ടിയിട്ട് ഓടി. അന്നേരം എൻ്റെ സുഹൃത്ത് പറഞ്ഞു അതിന് നിൽക്കണ്ട, ഇത് ഏറ്റവും നല്ല പരിപാടിയാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം മാമന്മാരുടെ നിർബന്ധത്തിൽ ഞാൻ പോയിട്ട് ലോണ് ഒരുപാട് ഓടി. കണ്ണൂർ വന്നിട്ട് ഒരുപാട് ലോണിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് 10 ലക്ഷം രൂപ ലോൺ പറഞ്ഞത് കിട്ടിയത് 6-8 ലക്ഷം രൂപ കിട്ടിയിട്ടുള്ളൂ. അത് കിട്ടി. ഷോപ്പിന്റെ പണി കാൽഭാഗം ആയിട്ടുള്ളൂ. ഷോപ്പിന്റെ അഡ്വാൻസ് കൊടുത്ത് മാസ വാടക ഉണ്ട്. 2 വർഷത്തെ വാടക കൊടുത്താൽ മാത്രമേ അതിന്റെ ചാവി തരുള്ളൂ. അങ്ങനെ 2 വർഷത്തെ വാടക കൊടുത്ത് പണിയങ്ങോട്ടേക്ക് എന്ത് ചെയ്ത് തുടങ്ങി. ഷോപ്പ് വലിയ ബഡ്ജറ്റ് തുടങ്ങിയ ഷോപ്പാണ്. ലാസ്റ്റ് ഒരു പെട്ടിക്കട തുടങ്ങുന്നത് പോലെയാണ് ആ ഷോപ്പ് എനിക്ക് തുടങ്ങാൻ പറ്റിയത്. കാരണം കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഷോപ്പായിരുന്നു. അങ്ങനെ തുടങ്ങി കുഴപ്പമൊന്നുമില്ല, കച്ചവടം നല്ല കുഴപ്പമില്ല. കച്ചവടം നല്ല കച്ചവടമാണ്. കാരണം ഞാൻ മൊബൈൽ ടെക്നീഷ്യൻ കൂടിയായിരുന്നു. പിന്നെ ആദ്യത്തെ എക്സ്പീരിയൻസും എനിക്ക് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു 10 മണി വരെ നല്ല കച്ചവടം എൻ്റെ ഷോപ്പിൽ. 10 മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ, എൻ്റെ കടയിൽ. അത് ബീവറേജിന്റെ ക്യൂ നിൽക്കുന്നുണ്ടോ നിങ്ങൾ, അതേപോലെയാണ്. 10 മണി കഴിഞ്ഞാൽ ശ്രീജിന്റെ ഷോപ്പിൽ നല്ല തിരക്കാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു, നാട്ടുകാരും പറഞ്ഞു രക്ഷപ്പെട്ടു, അവന്റെ കടയിൽ തീർന്നല്ലോ, നല്ല തിരക്കല്ല ആ ഷോപ്പിൽ നിന്ന്. പക്ഷെ 10 മണിക്ക് കഴിഞ്ഞ് വരുന്ന ആളുകളെല്ലാം കടക്കാറായില്ല. അന്നത്തെ കളക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് പോകാൻ തുടങ്ങി. ഓരോ ദിവസവും കളക്ഷൻ എടുത്ത് പോകാൻ തുടങ്ങി. 1 രൂപ പോലും എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ല സത്യത്തിൽ. 2 മാസം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരാളെ നിർപ്പിച്ച് തൽക്കാലം സുഹൃത്തിനെ നിർപ്പിച്ചാൽ ഞാൻ പൈസ കൊടുക്കണ്ടല്ലോ. രാത്രി കൂട്ടാൻ നോക്കുമ്പോൾ ഞാൻ സുഹൃത്തിനെ ഏൽപ്പിച്ച് ഞാൻ മുങ്ങും. ആ സമയത്ത് സുഹൃത്തിനോട് വെച്ചിട്ടും ഇവര് വന്നിട്ട് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ക്യാഷ് എടുത്ത് പോകാൻ തുടങ്ങി കടക്കാർ. ലാസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റാതെ 3 മാസം കഴിഞ്ഞപ്പം ഷോപ്പ് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നു. എങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെ ഉണ്ട്. എല്ലാ സാധനവും തീർന്നിട്ട് കസ്റ്റമർ വന്ന് മടങ്ങി പോന്നു. ലാസ്റ്റ് ഷോപ്പ് തുടങ്ങിയ പോലെ തന്നെ ഉണ്ട്. ലാസ്റ്റ് ഗത്യന്തരമില്ലാതെ 3-ാമത്തെ മാസം ആ ഷോപ്പ് പൂട്ടേണ്ടി വന്നു. വന്നത് ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എന്ത് ചെയ്യാം, നാട് വിടാം. അപ്പോഴും നോക്കുമ്പോൾ എന്തില്ല, പൈസ ഇല്ല. ഷോപ്പ് തുടങ്ങുന്നതിനെക്കാട്ടും മുന്നേ 6 ലക്ഷം രൂപയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കുമ്പോൾ വലിയ പൈസ കടായി. അങ്ങനെ നാട് വിടാൻ നോക്കുമ്പോൾ ഞാൻ സുഹൃത്തിനൊന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ച് കൊണ്ട് പ്രൊഡക്റ്റ് കൊടുക്കണം. ഞാൻ പറഞ്ഞു ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ പൈസ ഇങ്ങോട്ടേക്ക് തരുമോ? ഞാൻ തരാം, നീ ഇങ്ങോട്ടേക്ക് കൂത്തുപറമ്പിലേക്ക് വന്നു. ഞാൻ ആവേശത്തോട് കൂടി അമ്മയോട് പറഞ്ഞു, 100 രൂപ നോട്ടെ ഞാൻ ഇപ്പം കൊണ്ടുത്തരാം, നീ വാങ്ങിയല്ലേ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ലാസ്റ്റ് കൂത്തുപറമ്പിന് പോകേണ്ട ബസ്സിന്റെ പൈസ മാത്രം കിട്ടി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പൈസ ഉണ്ടാവുമല്ലോ. നേരെ പോയി പുള്ളിക്കാരനെ കണ്ട് ഞാൻ പറഞ്ഞു ഇത് എടുത്തിട്ട് ആ പൈസ ഇങ്ങോട്ട് തന്നു. 25,000 രൂപയുടെ പ്രോഡക്റ്റ് ഉണ്ടായി, കുറച്ച് ഞാൻ ഉപയോഗിച്ചത്. ഞാൻ പറഞ്ഞു ഇത് തെച്ചു നിങ്ങൾ എടുത്തോ, എനിക്ക് 25,000 ഒന്നും വേണ്ട, ഒരു 5,000 രൂപ മതി എന്നാണ്. 5,000 രൂപ പോയിട്ട് 50 രൂപ പോലും എന്റെ കയ്യിലില്ല എന്നാ പുള്ളിക്കാരൻ. ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എത്ര സന്തോഷത്തോടുകൂടി പോയി എന്നല്ലേ ഞാൻ അത് വാങ്ങാൻ. അപ്പൊ ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു ഇത് നല്ല പരിപാടിയാണ്. ഞാൻ പറഞ്ഞു ഞാൻ പ്രോഡക്റ്റ് വിൽക്കാൻ പോയിട്ടുണ്ട്, എനിക്ക് മതിയായിട്ടുണ്ടെന്നാണ്. അത് നിനക്ക് പ്രോഡക്റ്റിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. പ്രോഡക്റ്റിനെ പറ്റി പഠിച്ചാൽ എന്ത് ചെയ്യും, നിനക്കിത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാനില്ല. ലാസ്റ്റ് ഇവർ പറഞ്ഞു ഒരു ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടെല്ലാം നിനക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ ഇവർ ട്രെയിനിങ്ങിന് കൂട്ടി പോകാൻ തീരുമാനിച്ചു. എവിടെയാന്ന് ചോദിച്ചു ഞാൻ, അവരൊറ്റ പറഞ്ഞു ബാംഗ്ലൂരാണ്. അപ്പൊ എന്റെ മനസ്സിലൊരു ഇടപെട്ടു, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താൻ കഴിക്കുന്ന. ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്. രണ്ടാമത് വേണ്ടാതൊരു വർത്താനം അവർ പറഞ്ഞു. കാരണം മൈനസ് ചെന്നവർ തൊട്ടാൽ ഒരു വേറൊരു പ്രശ്നമുണ്ട്, അവിടെ ഫീ കൊടുക്കാൻ 2,000 രൂപ വേണം. ഞാൻ പറഞ്ഞു കിട്ടോ, ഞാനില്ല, നിങ്ങൾ കിട്ടുമെന്നാണ്. ലാസ്റ്റ് പറഞ്ഞു നമ്മൾ കാർ എടുത്ത് പോകുന്നുണ്ട്, നീ വന്ന വണ്ടിക്കല്. അപ്പൊ വേറൊരു സുഹൃത്തല്ല, എനിക്ക് പേഴ്സണലി ആരും അറിയുന്ന നല്ല ബന്ധമുള്ള ഒരാളാണ്. അവരെ അവിടുത്തെ പൈസ ഞാൻ കൊടുത്തോളാം, നീ വന്നാണ്. ഞാൻ ചെന്നൈ കൂട്ടിയിട്ട് എന്തിനാ ഇവരിങ്ങനെ പോകുന്നത്? ആ സമയത്ത് ഇവർക്ക് ആരും കിട്ടുന്നില്ല സത്യത്തിൽ. അങ്ങനെയാണ് എന്നെ കാറിൽ പിടിച്ചിട്ട് ഇവർ ഇട്ടത്. എനിക്ക് എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ കാരണമൊന്നുണ്ട്, കാറിൻ്റെ ഉള്ളിൽ. അങ്ങനെ കാറിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട് നേരെ എന്ത് ചെയ്ത് ബാംഗ്ലൂരിൽ പോയി. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ട്രെയിനിങ് നമ്മൾ സൂപ്പർ ട്രെയിനിങ് ആയിരുന്നു. അന്നാണ് പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എല്ലാം മനസ്സിലായത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ AC ഇങ്ങനെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരുന്ന് പ്രോഡക്റ്റിന്റെ വാദവരാതെ സംസാരം. വൈകുന്നേരം ആകുമ്പോഴേക്ക് ഏകദേശം തീർന്നപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്തത് ഒന്ന് ഇംഗ്ലീഷിലും ഒന്ന് ഹിന്ദിയിലായിരുന്നു. എന്തായി അവസ്ഥ? 2,000 രൂപ പോയി. ലാസ്റ്റ് ഒരു കാര്യം അവിടെ സംഭവിച്ചു. 12 വർഷം തളർന്ന് കിടന്നുപോയ ഒരു ലേഡി
നമ്മുടെ 95 സ്ഥിരമായിട്ട് ഉപയോഗിച്ചിട്ട് ആ സ്റ്റേജിന്റെ മുന്നിൽ അത് സംഭവം നമുക്ക് മനസ്സിലായി. പക്ഷെ 95 തൊടാൻ പറ്റില്ല. കാരണം സാധാരണക്കാരൻ അന്ന് 3000 രൂപക്ക് മുകളിൽ നമ്മൾ 100 രൂപയുടെ സോപ്പ് നോക്കുന്ന തരത്തിലാണ് ഈ സാധനം പറയുന്നത്. നമ്മൾ അതുകൊണ്ട് അത് വലിയ ഗൗനിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ശ്രീജി പോവാം. ഞാൻ പറഞ്ഞു ഞാനില്ല, ഞാൻ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. ശ്രീജി എവിടുന്നാണോ വണ്ടി കയറിയത് നമ്മൾ അവിടെ തന്നെ എന്ത് ചെയ്യും, ഇറക്കുമെന്ന് പറഞ്ഞ് കാറിൽ പിടിച്ചിട്ടിട്ട് കാറിൽ എന്ത് ചെയ്ത് ഇവർ കയറ്റി നേരെ കൂത്തുപറമ്പിലെത്തുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനക്കെന്റെ വീട്ടിൽ പോകുന്നത്. ഇവർക്ക് വീട്ടിൽ പോകാനും പറ്റൂല. ഞാൻ പറഞ്ഞു എനക്കെന്റെ അമ്മേനെ കാണുമെന്ന്. ഇവര് വിടുന്നില്ല. ഇവരവിടെ ഒരു റൂമുണ്ട്, ഇവിടെ നിന്നോ രാവിലെ എന്ത് ചെയ്യാം പോകേണ്ട സംവിധാനം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്ത് കരഞ്ഞോടെ ഞാൻ റൂമിലവിടെ നിന്ന് അമ്മേനെ കാണുകയല്ലേ. അങ്ങനെ റൂമിലവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ 7 മണിയാകുമ്പോൾ എനിക്ക് കോൾ വന്നു. അതുപോലെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അമ്മ കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. കരയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പന്തിയോട് തോന്നിയിരുന്നു. നോക്കുമ്പോൾ കടക്കാൻ വന്നിട്ട് ഒച്ചപ്പാടാക്കി ശ്രീജി ബാംഗ്ലൂർ നാട് വിട്ടു നിന്നിട്ട്. അപ്പൊ എന്റെ മനസ്സിൽ എന്ത് പൊട്ടി, ഒരു ലഡു പൊട്ടി. സത്യത്തിൽ എനിക്ക് ഒളിച്ച് താമസിക്കാൻ ഒരു റൂം വന്നു. ഞാൻ അന്ന് താമസിച്ചത് ഇവരെ കൂടിയാണ്. ഞാൻ എന്റെ മനസ്സിലോട് ഇവരോട് തൽക്കാലം എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യുന്നത് മറ്റേ ഇവരെ കൂടെ നിൽക്കാം. അങ്ങനെ ഞാനല്ല ചങ്ങായിയോട് ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ ബിസിനസ്സിന്. സത്യം പറഞ്ഞ ബിസിനസ് ചെയ്യാൻ വന്നതല്ല സത്യത്തിൽ. അങ്ങനെ ഇവരെ കൂടെ അങ്ങോട്ടേക്ക് കൂടി 3 ദിവസം ഈ ചങ്ങായിന്റെ കൂടെ. 2 ദിവസം ഞാൻ റൂമിൽ തന്നെ നിന്ന് ഒന്നും ചെയ്തിട്ടില്ല. 3 ദിവസം ഈ ചങ്ങായിന്റെ കൂടെ എന്നോട് പറഞ്ഞു നമുക്ക് റീറ്റെയിലിന് പോവാം, നീ സാധനം എടുക്കുന്നത്. അങ്ങനെ ഈ ചങ്ങായിന്റെ കൂടെ ഞാൻ എന്ത് ചെയ്ത് ബാഗ് എടുത്തിട്ട് ഈ ചങ്ങായി നടക്കുന്ന വീട്ടിലെല്ലാം ഞാനും നടക്കും. ചങ്ങായി എവിടെയാണോ കയറുന്നത് അവിടെ കയറും. അങ്ങനെ ഒരുപാട് വീടുകളിൽ കയറി. ഓരോ വീട്ടിലും കയറുമ്പോൾ എന്താ സ്വീകരണം എന്നറിയോ, നല്ല പുളിച്ച ചീത്ത കേൾക്കാൻ തുടങ്ങി. ചില്ലറ ചീത്ത ഒന്നല്ല, നല്ല ചീത്ത. ഓരോ വീട് ഇന്നലെ എന്നോട് പറഞ്ഞില്ല ഇങ്ങോട്ടേക്ക് കയറുന്നത് വേറെ ആരോ പോയത് മറ്റു കലക്കെട്ട് നമ്മളെ വ്യത്യാസം പോയത്. അവന്റെ വായനെല്ലാം കേട്ട് ഞാൻ ഈ ചങ്ങായിക്ക് ഒരു ഉടുപ്പുമില്ല. ഈ കേൾക്കുന്നില്ല ഇടയ്ക്കെല്ലാം ഓരോരുത്തർ ചീത്ത കേൾക്കുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം ഈ ചീത്തക്കൊന്നും ഒരു കുറവുമില്ല. അപ്പൊ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ആരെല്ലോ വാങ്ങുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ 3-ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു ഇന്ന് 2 ബാഗിൽ സാധനം നിറച്ചു. 2 ബാഗിൽ സാധനം നിറച്ചു. ഇന്ന് കച്ചവടം തകർക്കാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ടാവില്ലേ ബുധനാഴ്ച, അതേപോലത്തെ ഏതോ ഒരു ദിവസമാണ് ഈ ദിവസം. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് 2 ബാഗിൽ സാധനം ഉണ്ട്. ഞാൻ വിചാരിക്കും ഇന്ന് ദിവസം പോവായിരിക്കും, ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരിക്കും. ഞാൻ എടുത്ത് നമ്മുടെ കൂത്തുപറമ്പിൽ ബസ് സ്റ്റാൻഡിൽ വന്നു. നേരെ മട്ടന്നൂർ പോയി. മട്ടന്നൂർ ബസ് ഇറങ്ങി. പുള്ളിക്കാരൻ ഓൾ ദ ബെസ്റ്റ്, നീ ഇങ്ങോട്ടേക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് ഞാൻ പോകൂ. ഞാൻ പറഞ്ഞു ഞാനില്ല എന്ന്. പുള്ളിക്കാരൻ ലാസ്റ്റ് പുള്ളിക്കാരൻ ഭയങ്കര കർക്കശക്കാരനാണ്, അല്ലാതെ സ്വഭാവം. പുള്ളിക്കാരൻ എന്ത് ചെയ്ത് അടുത്ത ബസ് വന്ന് അതിനെ കയറിയിട്ട് അങ്ങ് പോയി. ആ കാലമാണ് 1 രൂപ പോയി എൻ്റെ കൈ തോന്നിച്ചിട്ട്. ആകെയുള്ളത് ഈ പ്രൊഡക്റ്റാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞാൽ ദാഹിക്കാൻ തുടങ്ങി, ദാഹം തുടങ്ങി. ഞാൻ ഇതെന്താ ഈ ഒരു പൈസ പോലും ഇല്ല. ഈ പ്രൊഡക്റ്റ് എടുത്ത് ഞാൻ എന്ത് ചെയ്ത് മട്ടന്നൂരിൽ നിന്ന് ഇരിക്കൂർ റോഡിലേക്ക് ഞാൻ അങ്ങോട്ടേക്ക് നടന്നു. കുറച്ച് അങ്ങോട്ട് കയറിയ ഒരു വീട്ടിലേക്ക് ഞാൻ കയറാൻ നോക്കുമ്പോൾ 2 ആളുകളുണ്ടാണ്. കയറാൻ നോക്കി പടച്ചോനെ, ഇവർ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യും, ഞാൻ കുടുങ്ങും. കാരണം അവർക്ക് വിൽക്കാൻ പോയ അനുഭവം ഉണ്ടല്ലോ. ഞാൻ തിരിച്ചു നേരെ ഒറ്റ നടത്താൻ പോട്ടെ. കുറെ കഴിഞ്ഞാൽ ഒരു 5-6 ആളൊരു വീട്ടിൽ. ഇന്ന് എന്താ ഇവിടുന്ന് ഒരു സോപ്പെങ്കിലും ആരെങ്കിലും വാങ്ങിക്കും. ഞാൻ നേരെ ധൈര്യം സംഭരിച്ച് ആ വീട്ടിലേക്ക് കയറി പോയതും പടച്ചോനെ ഈ 6 ആളും കൂടി എന്തെങ്കിലും ചോദിച്ചു വെച്ചാൽ ഞാൻ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക. നേരെ ഒന്നും നോക്കി ഞാൻ തിരിച്ച് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് ഒറ്റ ഇരുത്തം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ തന്നെ നല്ലോണം വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി ഇതെന്തെങ്കിലും ചെയ്യാണ്ട് ഒരു രക്ഷയില്ല. ലാസ്റ്റ് ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ ലേഡീസ് ബ്യൂട്ടി പാർലർ. ആരുണ്ടാവും? 2 ലേഡീസ് ഉണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ ഈ പഞ്ചാര അടിക്കേണ്ട എക്സ്പീരിയൻസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടെ കയറി പോയി. 1 മണിക്കൂർ ആ 2 ചേച്ചിമാരോട് പഠിക്കുമ്പോൾ വെച്ച എല്ലാ എക്സ്പീരിയൻസും, ഇനി പഞ്ചാര അടിക്കാൻ വെച്ച എന്താ എക്സ്പീരിയൻസ് അതെല്ലാം മുഴുവൻ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എന്ത് ചെയ്തിന് എടുത്തിന്. ലാസ്റ്റ് അവരൊരു സോപ്പ് വാങ്ങി, അതും കൊടുത്ത പൈസ എടുത്ത് വന്ന് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഒരു പപ്സും ഒരു ലൈമും കുടിച്ച് ഒറ്റ ഇരുത്താൻ കഴിയും. വൈകുന്നേരം വരെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ് ഒരു 5:45 എത്തും, 5:45 എത്തും തന്നെ. 5:45 അച്ഛൻ കഴിയില്ല കുറച്ചോ. ഞാൻ വിചാരിച്ച അരുതി അവിടുത്തെ ചെയ്യാം. അപ്പൊ എല്ലാം കൂടി 6 മണിയാകുമ്പോൾ പുള്ളിക്കാരൻ വരുന്നു.
എന്നോട് ചോദിച്ചു എന്നേനും. ഞാൻ പറഞ്ഞു ഇന്നത്തോടു കൂടിയിട്ട് ഈ പരിപാടി ഞാൻ നിർത്തി, ഞാൻ എങ്ങോട്ടെങ്കിലും പോകണം എന്നേനും ചോദിച്ചു. ആകെ വിറ്റത് ഒരു സോപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. കൈ തന്നിട്ട് കൺഗ്രാജുലേഷൻ പറഞ്ഞൊരു കൈ കൊടുക്കാൻ പറ്റില്ല. ഇന്നൊന്നും വിൽക്കാൻ പറ്റില്ല, നാളെ രണ്ടെണ്ണം വിൽക്കാൻ പറ്റുന്നത്. ഞാൻ വിചാരിച്ചു പഠിച്ചോനെ മോട്ടിവേഷൻ അതിരുന്നത്. മോട്ടിവേഷൻ കിട്ടാനും വിടുവോ? ഈ മോട്ടിവേഷൻ എടുത്തിട്ട് പോയി ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോ ദിവസവും ഇത് തന്നെ തുടങ്ങി. സത്യത്തിൽ ഓരോ ദിവസവും 2 ദിവസം 3 ദിവസം ഇത് തന്നെ. ഓരോ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചീത്ത വെക്കും, ഒരു സോപ്പ് മേടിക്കും. ചില സമയത്ത് പട്ടിണി പോലും നമ്മൾ കയറുന്നത്. കാരണം ബസ്സിന് പൈസ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ, ബൈക്കൊന്നും ഇല്ലെന്ന്. ബൈക്കെല്ലാം കടക്കാർ കൊണ്ടുപോയി. അങ്ങനെയാണ് ഇതിലെത്തത്. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് എന്തായാലും എന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന്. കാരണം ഒരു 100 രൂപ ഒരു ആഴ്ചയിൽ പോലും അമ്മക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പോട്ടെ, ഒരാഴ്ച കൊടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് വേറെ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് 2 നേരം പോട്ടെ, 3 നേരം ഇല്ല, 2 നേരം പോട്ടെ, ഒരു നേരം ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. അത്രയും പൈസ കിട്ടും. ഒരു സോപ്പല്ല ഒരുത്തർ വാങ്ങും. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ഈ പരിപാടിയില്ല എന്നാ ശ്രീജിയുടെ പ്രശ്നം വെച്ച് ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മൊത്തം ഒരു കടലാസിൽ എഴുതിയിട്ട് പുള്ളിക്കാരനെ കൊടുത്ത് 12 ലക്ഷം രൂപ ടോട്ടൽ കടം ഓരോന്ന് എഴുതിയിട്ട് കൊടുത്തിട്ട് ഓരോന്നിൻ്റെ കടം എഴുതിയിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ കൈ കൊടുത്തു. പുള്ളിക്കാരൻ ഒരു കടലാസ് എടുത്തിട്ട് A4 ഷീറ്റ് എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ 12 ലക്ഷം എഴുതിയിട്ട് കൊടുത്ത പുള്ളിക്കാരൻ 15 ലക്ഷം രൂപ കടമായിട്ട് വീട്ടിൽ പോകാതെ ഒളിച്ച് താമസിക്കുകയാണ് എവിടെയെങ്കിലും. എന്തായാലും അവസ്ഥ ഉണ്ടാവുക. ആരെങ്കിലും നിൽക്കുക പുള്ളിക്കാരൻ്റെ കൂടെ ഗതികേട് കൊണ്ട്. ഞാൻ ചോദിച്ചെങ്കിൽ വേറെ പണിയൊന്നുമില്ല മനുഷ്യ. അപ്പൊ പുള്ളിക്കാരൻ മോട്ടിവേഷൻ കുറവില്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്ത് എന്നാണ് നിൽപ്പിച്ച്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിനി എന്തായാലും പോകണം. പോയി നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ പോകുമ്പോൾ പ്രോഡക്റ്റിന്റെ ട്രെയിനിങ്ങിന്റെ ടിക്കറ്റ് എടുത്ത ആ ചങ്ങായി, അതായത് എടുത്തതെന്ന ചങ്ങായി വന്നു. ഞാൻ പറഞ്ഞു ഈ ചങ്ങായിനോട് ഇവർക്ക് ഭാര്യ കുട്ടികളൊക്കെ ഉണ്ട്, ഈ ചങ്ങായിനോട് ബിസിനസ് നിർത്തിക്കൂടാൻ പറയാൻ. അപ്പൊ എന്നോട് ചോദിച്ചു എന്റെ പ്രശ്നം എന്നാണ്. ഞാൻ എന്റെ പ്രശ്നമില്ല, ഞാൻ ഒറ്റത്തല്ല. ഈ പുള്ളിക്കാരൻ ഭാര്യ കുട്ടികളുടെ 15 ലക്ഷം കാണാൻ പോകും. ശ്രീജിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ശ്രീജിന്റെ പ്രശ്നം കടലാസ് വെച്ചിട്ട് ഞാൻ കൊടുത്തു 12 ലക്ഷം, പുള്ളിക്കാരൻ 15 ലക്ഷം. ഈ 2 കടലാസ് വെച്ചിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ചോദിച്ചു ആ ബാംഗ്ലൂർ പോകുമ്പോൾ ടിക്കറ്റ് എടുത്ത ചങ്ങായിനോട് ഞാൻ പറയുന്നത് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ ഒരു കടലാസ് 20 ലക്ഷം രൂപ കടമായിട്ട് സ്വന്തം വീട്ടിൽ പോകാതെ വേറെ വാടക വീടെടുത്തിട്ട് അവിടെ താമസിക്കണം. അവസ്ഥ ആലോചിച്ചു. ആരെങ്കിലും നിൽക്കും ഇവരെ കൂടെ. ഞാൻ പറഞ്ഞു നന്ദി നമസ്കാരം, ഞാൻ പോവാണ്. ഇവർക്കും ഉണ്ട് ആരൊക്കെ ഭാര്യ കുട്ടികൾ അച്ഛൻ അമ്മ ഇവരൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവർ ഞാൻ ചെയ്യും ഇതൊക്കെ വരുമാനം കിട്ടും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവര് മോട്ടിവേഷൻ ആണെങ്കിൽ വയറ്റിലൊന്നുമില്ലെങ്കിൽ എന്തുണ്ട് മോട്ടിവേഷൻ ഒരു കുറവുമില്ല. ഇവര് കുറച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ മോട്ടിവേഷനിൽ കുറെ എത്ര കാലം വെച്ചിട്ട് മോട്ടിവേഷനിൽ നിൽക്കുക. അങ്ങനെ മോട്ടിവേഷനിൽ കുറച്ച് നിന്ന് ഞാൻ എങ്ങനെങ്കിലും ഒരു 2000 രൂപ ആക്കാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ റീറ്റെയിൽ ചെയ്തു. ഒരു ദിവസം 50 രൂപ മാറ്റി വെച്ച്. എങ്ങനെ 50 രൂപ മാറ്റി വെക്കുക? എങ്ങനെയാ മാറ്റി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാത്ത പൈസ മാറ്റി വെക്കുക 50 രൂപ. അത്രേ കിട്ടുമെന്ന്, അതും കിട്ടൂല ചില സമയത്ത്. എന്തിനാ 50 രൂപ മാറ്റി വെക്കുന്നത്? ഇത് 2000 രൂപ ആയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നാട് വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2000 രൂപ ആഗ്രഹം നോക്കുന്ന എങ്ങനെ നാട് വിടാൻ നോക്കുമ്പോ ഒരു ചങ്ങായി ഒരു വെള്ള വിസ്ത കാർ എടുത്തിട്ടാണ് വരുന്നത്. വെള്ള വിസ്ത കാർ എടുത്തിട്ട് വന്നു. ഞാൻ ഇവരെന്തോ വലിയ ഭയങ്കര പൈസക്കാരനാണെന്ന്. കാരണം കാറിലല്ലേ വരുന്നവര് വന്നിട്ട് ഇവർക്കെല്ലാം കൈ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ നിർത്തുന്നത്. അപ്പോൾ എന്നോട് എന്നെ പരിചയപ്പെടുത്തി ശ്രീജിയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പോകും. എനിക്ക് ഷെയ്ക്കനെല്ലാം തന്നു. ഷെയ്ക്കന്റെ എത്ര അത് ഇപ്പൊ ഓർമ്മയുണ്ട്, കൈവേദന. അങ്ങനത്തെ ഷെയ്ക്കന്റെ പുള്ളിക്കാരൻ തന്നു. അപ്പൊ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു ഇവരോടെല്ലാം ബിസിനസ് നിർത്തിക്കൊള്ളാൻ പറ, ഫാമിലി ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവരെ കടങ്ങളെ കടലാസ് എന്റെ അടുത്തുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു ശ്രീജിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. ശ്രീജിന്റെ പ്രശ്നം ഞാൻ ഇത് കൊടുത്തു. 3 കടലാസ് കൊടുത്ത പുള്ളിക്കാരൻ. ഇത് കൊടുക്കാൻ രക്ഷയില്ലല്ലേ, ഇത് 3 കടലാസ് എന്റെ അടുത്തുണ്ട്. അപ്പൊ 3 കടലാസും കൊടുത്തു. പുള്ളിക്കാരൻ ഇങ്ങനെയൊന്നും ആക്കിയിട്ടില്ല. ഒരു കടലാസ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് എന്നോട് പറഞ്ഞു 40 ലക്ഷം രൂപ കടമായിട്ട് വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി വന്നിരിക്കുക, ഇത് കിട്ടാതെ പറ്റില്ല. എല്ലാത്തിനും പറ്റും. ഞാൻ വലിയ ആളെന്ന് ഞാൻ വിചാരിച്ചത് പുള്ളിക്കാരൻ. അപ്പൊ പുള്ളിക്കാരൻ മോട്ടിവേഷന്റെ ഒരു സാധനം. ഇതെല്ലാം ചെറിയ മോട്ടിവേഷൻ, അങ്ങനെതാ വരുന്ന മോട്ടിവേഷൻ. ഇത് അങ്ങനെയാണ് 210 കിട്ടും, അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? കഴിഞ്ഞ ആഴ്ച 240 രൂപ കിട്ടി. ആപ്ലിക്കേഷനിൽ കാണിച്ചു പുള്ളിക്കാരൻ.
അങ്ങനെ ആപ്ലിക്കേഷൻ കളി ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ശരിക്കും പട്ടിണിയല്ലേ? അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഇവരെന്നോട് പറഞ്ഞു വയനാട്ടിലൊരു പ്രോഗ്രാം ഉണ്ട്, അവിടെ വന്ന 2,10,000 രൂപ കിട്ടുന്ന ആളെ കാണിച്ചു തരാം, ഒരാളെ കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ചോദിച്ചു അവർക്ക് എത്ര കിട്ടുന്നുള്ളത്. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനില്ല, മോട്ടിവേഷൻ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല ഇവര്. എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് കടമായ ശേഷം എൻ്റെ വീട്ടുകാർ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ പോലും എല്ലാവരും നമ്മളെ എന്ത് ചെയ്ത് മാറ്റി നിർത്തി. പക്ഷെ ഇവർ മൂന്നാളും പറയുന്നത് കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ വിജയിപ്പിച്ച് തരാം. ഇവര് വിജയിപ്പിച്ച് തരുമോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. ആരും ഇല്ലാതെ ഒരു സ്ഥലത്തു നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഉള്ള സ്ഥലത്തു നിന്നാണ് ഇവര് പറയുന്നത് കൂടെ നിൽക്കാൻ. ആരെങ്കിലും പറയും അങ്ങനെ? അതിനൊറ്റ കാരണം കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇവർ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് വന്നിട്ട് നഷ്ടമാണെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു തരുന്നത്. ഞാൻ ചോദിച്ചു പ്രൊഡക്റ്റ് എടുത്ത പൈസ ആയിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ ചോദിച്ചു ഏത് പൈസ? ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 3,000 രൂപ കൊടുക്കുന്നു. ലാസ്റ്റ് ഇവരോടുള്ള ഒരു സ്നേഹം, ഇവർ തന്ന ഒരു സ്നേഹം, ആ കരുതൽ, ഞാൻ വീണ്ടും പട്ടിണി കിടക്കാൻ തീരുമാനിച്ചു. അതായത് ഭക്ഷണം കഴിക്കേണ്ട പൈസ മാറ്റി വെച്ചിട്ട് ആ 3,000 രൂപ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെ ആ 3,000 രൂപ ആക്കിയിട്ട് വയനാട്ടിൽ ഒരു പ്രോഗ്രാമിന് പോയി. ആ പ്രോഗ്രാമിന്റെ പേര് RTP എന്നാണ്. ആ പ്രോഗ്രാമിന്റെ പേര്. അവിടുന്ന് ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. അവിടുന്ന് ട്രെയിനിങ് എടുക്കാൻ വന്ന ഒരാള് എല്ലാ മാസവും മിനിമം 25 ലക്ഷം രൂപ മാസം വരുമാനം പുള്ളിക്കാരൻ. അതൊക്കെ എന്താ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരന്റെ വീടും എന്റെ വീടും ഒരേപോലെ. പുള്ളിക്കാരന്റെ വീടിന്റെ മുകളിൽ ഓടുണ്ട്, എന്റെ വീടിന്റെ മുകളിൽ ഓട് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ടാർപ്പായാണ്. രണ്ടും ഒരേപോലത്തെ വീട്, സാധാരണ വീട്. കണ്ടാൽ എന്റെ അതേ വീട് പോലെ തന്നെ, ഓട് വെച്ചാൽ എങ്ങനെയാണ് അതേപോലെ തന്നെ വീട്. ഞാൻ ചോദിച്ചു ഇത് നമുക്കും കിട്ടുമോ? ഇത് നമുക്ക് മാത്രമല്ല, ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ ഇത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ശ്രീജിത്തിന് മാത്രമല്ല കൂടെ വന്നവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കാരണക്കാരനാണ്. ആ പറഞ്ഞ വ്യക്തി വേറെ ആരുമല്ല, എന്റെ കമ്പനിയുടെ റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മുബീൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും പറ്റി. അന്ന് വയനാട്ടിൽ ഒരു തീരുമാനം എടുത്തു ആ പ്രോഗ്രാമിൽ നിന്ന്. ഇനി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഈ 2,10,000 രൂപയും കൊണ്ടേ ഞാൻ പോകും എന്നുള്ളൊരു തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം എടുത്തിട്ട് വന്നു. 3 വർഷം വീട്ടിൽ പോവാതെ അമ്മയെ ഒറ്റക്കാക്കിയിട്ട് 3 വർഷം വീട്ടിൽ പോയിട്ടുണ്ട്. ഗവർണർമാരൊക്കെയാണ് വീട്ടിൽ പോയത്, ഞാൻ പോയിട്ടില്ല. കടക്കാരൊക്കെ കൊണ്ടുവന്നുണ്ട്. കടക്കാർ മാത്രമല്ല, വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 വർഷം ഞാൻ എന്ത് ചെയ്തു, വീട്ടിൽ പോവാതെ ഈ ബിസിനസ് ചേർത്ത് പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എന്തായാലും. സുഹൃത്തുക്കൾ ഒരാൾ പോലും എൻ്റെ കൂടെ വന്നിട്ടില്ല, കുടുംബക്കാർ പോലും ഒരാൾ പോലും വന്നിട്ടില്ല. പക്ഷെ ചെയ്യണം എന്നുള്ള ആത്മാർത്ഥ ഒരു തീരുമാനം പല ആളുകളും ദൈവം തമ്പുരാൻ അല്ലെ ദൈവം നമ്മളെ മുന്നിൽ കൊണ്ടുപോയിട്ട് തന്നു. പല ആളുകളെയും ചെയ്യണം എന്നുള്ള തീരുമാനമായിരുന്നു അത്. അങ്ങനെ 3-ാമത്തെ വർഷം 3 വർഷം കഴിഞ്ഞപ്പോ 2,10,000 രൂപ നിനക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ ആ തുക കമ്പനി 280-ാമത്തെ വീക്കിൽ എന്റെ കൂടെ വന്ന എല്ലാ ഘട്ടങ്ങളിൽ അച്ചീവർ ആയിട്ടുള്ള മിസ്റ്റർ കബീർ എന്ന് പറയുന്ന വ്യക്തിക്ക് 2 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് ഈ കയ്യിൽ 2 ലക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞ ആ വരുമാനം ഇന്ന് 12ഓളം വ്യക്തികൾക്ക് വാങ്ങാനുള്ള ഒരു കാരണക്കാരനായ ഒരു നിമിത്തമായിട്ട് നമ്മൾ ആ 210 വാങ്ങി നേരെ ഞാൻ വീട്ടിലേക്കല്ല ഞാൻ പോയത്. 3 വർഷം ബൈക്കൊന്നും ഇല്ലാതെ ഒന്നുമില്ലാതെ ബസ്സിലൊക്കെ പോയിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. നേരെ പോയത് കാറിന്റെ ഷോറൂമിലാണ്. കാറിന്റെ അഡ്വാൻസ് കൊടുത്തു. അന്ന് 12 ലക്ഷം രൂപ വില വരുന്ന ഹോണ്ടയുടെ WRV എന്ന കാർ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ അതിന്റെ മുമ്പ് ഗൾഫിൽ പോയി കുറച്ച് പൈസ അയച്ചു കൊടുത്ത് എങ്ങനെ നമ്മൾ കിട്ടുന്ന പൈസയിലും കുറച്ചായി വീടായി. ഇന്ന് കമ്പനിയുടെ CTC എന്ന് പറയുന്ന റാങ്കിൽ പറഞ്ഞ തീരുന്നില്ല. അതുകൊണ്ട് അധികമൊന്നും പറഞ്ഞില്ല, കാരണം കുറച്ച് സമയമുള്ളൂ താനും. അപ്പൊ ഇന്ന് ഈ ഒരു ലെവലിൽ എത്താൻ നമുക്ക് സാധിച്ചു. നമ്മളൊരു തീരുമാനം എടുത്തപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഇന്ന് ഈ ഹാളിൽ പോലും ഞാൻ ഈ ബിസിനസിന്റെ ഒരു കാരണം കൊണ്ട്, ഞാനൊരു നിമിത്തമായത് കൊണ്ട് നമ്മളോടൊപ്പം വന്ന ആളുകൾ 210 വാങ്ങിയ ആളുകൾ ഈ ഹാളിൽ പോലും എത്രയോ ആളുകളുണ്ട്. ഇന്ന് നമ്മളൊരു തീരുമാനം എടുത്താൽ
മൈ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാത്രമല്ല മാറുക, നാളെ നൂറുകണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരന് ഇത് പറ്റുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറ്റുമോ ഇല്ലേ? ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കൈകൊണ്ടിച്ച് എന്ത് ചോദ്യ ജീവിതം രക്ഷപ്പെടണമെന്നുള്ള ആർക്കെങ്കിലും ആഗ്രഹമില്ലാതെ ചോദ്യം ചോദിക്കുന്നത്. ഇനി ആഗ്രഹം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ആളുകൾ നിങ്ങളെ പേരെന്ന് പറഞ്ഞത്, ആഗ്രഹം കൊണ്ട് ജീവിതം രക്ഷപ്പെട്ട ആളുകളെ പേരെന്ന് പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും നമ്മൾ അച്ഛനമ്മമാർക്കില്ലേ ആഗ്രഹം അല്ലേ? ആഗ്രഹം കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല, രക്ഷപ്പെടുള്ളൂ. മൈനസ് ലാസ്റ്റ് ആകുമ്പോഴേക്ക് കുറച്ചും കൂടി സമയമുണ്ട്, അത് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം, ഏത് സാധാരണക്കാരനും ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് മൈനസ് 10. പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണ്ടേ? ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ, കമ്പനി തുടങ്ങിയിട്ട് 13ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവാണ്, 12 വർഷം കഴിഞ്ഞു, 13ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കേരളത്തിൽ വന്നിട്ട് 10 വർഷമായി. 10 വർഷം കൊണ്ട് MI ലൈഫ് സ്റ്റൈലിന്റെ അടിത്തറ ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ബൂം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. 2025 ശേഷം ബൂം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആ സമയത്താണ് നമ്മൾക്ക് ഈ അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കുന്നത് അതിന്റെ ഒരു സാധ്യതയാണ്. മൈ ലൈഫ് സ്റ്റൈലിന്റെ കുറച്ച് സാധ്യതകൾ മാത്രം ഞാൻ പറയാം. ഒന്നാമത്തെ സാധ്യത എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഓൺലൈൻ ബിസിനസ് ആണ്. ആണോ അല്ലേ? ഓൺലൈൻ ബിസിനസ്സിന് സാധ്യതയുണ്ടോ ഇല്ലേ? ഇവിടെ ഉണ്ടോ? ഉറപ്പല്ലേ? അതിന്റെ സാധ്യത ഞാൻ പറയണോ? പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി രണ്ടാമത്തെ സാധ്യത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ റവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെൽനസ് റവല്യൂഷൻ ആണ്. ആ വെൽനസ് ആണ് നമ്മുടെ രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്. എന്താണ് വെൽനസ്? നമ്മുടെ ജ്യോതിഷർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. നമ്മുടെ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്ന ജ്യോതിഷർ ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 120. ആണോ അല്ലേ? നമ്മുടെ അച്ചാച്ചന്റെ അച്ഛനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ അച്ഛന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 120 വയസ്സ് ജീവിച്ച നാടായിരുന്നു നമ്മുടെ നാട്. ആണോ അല്ലേ? അച്ഛന്റെ അച്ഛൻ 120 ആണെങ്കിൽ അച്ഛൻ എത്തുമ്പോഴേക്കും അത് എത്രയായി പോയി? 100 വയസ്സായിട്ട് മാറും. അച്ഛൻ 100 ആണെങ്കിൽ നമ്മൾ അച്ഛൻ എത്തുമ്പോഴേക്കും ആ കാലം എത്രയായി? 80 ആയി. അച്ഛൻ 80 ആണെങ്കിൽ നമ്മളിപ്പോ നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ ആയുസ് എത്രയാണ്? 60ഉം അതിന്റെ താഴെയും. കുറച്ച് ആളുകൾ 20-25% മാത്രമേ മുകളിലോട്ട് പോകുന്നുള്ളൂ. ആണോ അല്ലേ? നമ്മൾ 60 ആണെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ എത്രയായിരിക്കും? ആണോ? സത്യമാണോ? ഡോക്ടർ ഇല്ലാഞ്ഞിട്ടാണോ? ഹോസ്പിറ്റൽ ഇല്ലാഞ്ഞിട്ടാണോ? മെഡിക്കൽ ലാബുകൾ ഇല്ലാഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ്? ആ രീതിയിൽ മാറ്റാൻ പറ്റുമോ? ഇന്നും വിദേശ രാജ്യത്ത് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ പേരാണ് വെൽനസ് പ്രോഡക്റ്റ്. ആ വെൽനസ് പ്രോഡക്റ്റ് ആണ് ഇന്ത്യയിലേക്ക് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതിയിലും കൂടിയിട്ട് എന്ത് ചെയ്തത് വന്നിട്ടുള്ളത്. അതിനൊരു കേന്ദ്ര ആരോഗ്യ സംഘടനയുണ്ട്, അതിനൊരു ആയുഷ് മന്ത്രാലയമുണ്ട്. കേട്ടിട്ടില്ലേ? ആ ആയുഷ് മന്ത്രാലയത്തിന് ഇനി അങ്ങോട്ടേക്ക് വരുന്നത് വെൽനസ് പ്രൊഡക്റ്റിന്റെ കാലഘട്ടമാണ്. അതിൽ ഏറ്റവും കൂടുതൽ വെൽനസ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുർവേദത്തിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള കേന്ദ്ര സംഘടന ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് കിട്ടിയ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കൂടെ നിങ്ങളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ നാളെ വെൽനസ് പ്രോഡക്റ്റ് നിങ്ങൾ നോക്കിക്കുക. ഇന്ന് ആളുകൾ ചില സമയത്ത് അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ വെൽനസ് പ്രോഡക്റ്റ് നമ്മൾ പറയുക പോലും ഇല്ല. സോപ്പ് പേസ്റ്റ്. അപ്പൊ നമ്മളെ കമ്പനി പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യും. 2020 ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത് വെൽനസ് പ്രോഡക്റ്റ് ആയിരിക്കും എന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. 2020 നമുക്ക് എന്ത് വന്നത്? കോവിഡ് വന്നു അല്ലേ? അന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുവരെ കവച പ്രാവശ്യം എന്ന് പറഞ്ഞ സാധനം ഞാൻ വിറ്റിട്ടില്ല. 95 എന്ന് പറഞ്ഞ സാധനം ഞാൻ വിറ്റിട്ടില്ല. സത്യം അതുവരെ
പക്ഷെ അവിടുന്ന് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് 95 കവച് പ്രാശ് പോലെയുള്ള വെൽനസ് പ്രൊഡക്റ്റുകളാണ്. വെൽഹാർട്ട് ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വെൽഹാർട്ട് ഉപയോഗിക്കാതെ ആരെങ്കിലും ഉണ്ടോ? ഉപയോഗിച്ചോ? ഇന്ന് ഏറ്റവും കൂടുതൽ രോഗം വരുന്നത് ഹാർട്ട് അറ്റാക്ക് ആണ്. മറ്റെല്ലാ രോഗങ്ങളും ചികിത്സിക്കാനുള്ള സമയമുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നാലും സമയമുണ്ടോ? വെൽഹാർട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നമ്മുടെ ഹാർട്ടിനെ ഒരു കവചകുണ്ടലം പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളെ കിടപ്പ് കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഏറ്റവും ഇനി അങ്ങോട്ടേക്ക് വരുന്നത് വെൽനസ് ആണ്. ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പറയേണ്ട ആവശ്യമുണ്ടോ വെൽനസിന്? ഇനി അടുത്ത എന്താ സാധ്യതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ്. മൈനാക്ഷന്റെ അടുത്ത സാധ്യത എന്താണ്? ഡയറക്ട് സെല്ലിംഗ്, ഡയറക്ട് മാർക്കറ്റിംഗ് അല്ലേ. നമ്മളെ വീട്ടില് ഓരോരുത്തർ വേഗം തൂക്കിയിട്ട് വരുന്ന പരിപാടിയല്ല. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കിയിട്ട് നേരിട്ട് കമ്പനിയിൽ നിന്ന് നമ്മൾ MI നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി എടുക്കുന്നു. അവിടുന്ന് ആർക്ക് കൊടുക്കുന്നു? നേരിട്ട് കസ്റ്റമറിൽ നിന്ന് കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു. അതാണ് എന്തെന്ന് ഡയറക്ട് സെല്ലിംഗ്. സാധ്യതയുണ്ടോ? ഇല്ലേ? ഇടനിലക്കാരെയും പരസ്യക്കാരെയും ഒഴിവാക്കി ആ പൈസ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കേണ്ട പൈസ ആർക്ക് കൊടുക്കുന്നു? നമ്മളെപ്പോലെ ഇതിന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഉണ്ടോ? ഇല്ലേ? അവിടെ എന്തില്ല? വിദ്യാഭ്യാസം ഇല്ല. ഉണ്ടോ? ജാതി, മതം, പ്രായം, ആണ്, പെണ്ണ്, സൗന്ദര്യം, ഇതൊന്നും ഇവിടെ ഇല്ല. ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ് എന്ത് ചെയ്യാം? ഒരു 10 ഐഡിയ എടുത്തിട്ട് തുടങ്ങാം. തുടങ്ങിക്കൂടെ? അടുത്ത സാധ്യത എന്താണ്? ടീം വർക്ക്. ജീവിതത്തിൽ സക്സസ് ആയ ആളുകൾ നിങ്ങൾക്ക് നോക്കിക്കോ. ജീവിതത്തിൽ സക്സസ് ആയ ആളുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടല്ല. എങ്ങനെ പണിയെടുത്തിട്ടാണ്? ടീം വർക്ക് ആണോ? അല്ലേ? ടീം വർക്കിലൂടെ ജീവിതത്തിൽ സക്സസ് ആയ ആളുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. എന്നെ ഈ ബിസിനസ് എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഗോകുലം ഗോപാലൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അവരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഇങ്ങനെ ആക്കി മാറ്റത് അവരാണ്. അവര് എങ്ങനെയാ ജീവിതത്തിൽ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആലോചിക്കുന്നു. തന്റെ മാമനെയും മറ്റൊന്നും ചോദിക്കുന്നു. ഞാൻ പറഞ്ഞുതരാം. നല്ല സമയത്ത്, അതായത് നമ്മുടെ മൊബൈൽ ഷോപ്പ് നടക്കുന്ന സമയത്ത് ഇവരോടെയാണ് ഞാൻ ചിട്ടിക്ക് കൂടിയത്. ഇവരോട് ചിട്ടിക്ക് കൂടിയിട്ട് ഇവരെ ചിട്ടിയൊക്കെ എന്ത് ചെയ്ത് വിളിച്ചു. ഒരു ചിട്ടിയൊന്നല്ല, 3 ചിട്ടിയായിട്ടുണ്ടായിരുന്നു. എല്ലാം വിളിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. സത്യത്തിന് ഞാൻ വീട്ടിൽ പോകുന്നതിന്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കടകൾ മാറി. ഏറ്റവും വലിയ പ്രശ്നം ഗോകുലം ഗോപാലനായിരുന്നു. അവരാദ്യം എന്ത് ചെയ്തു? നോട്ടീസ് അയച്ചു. രണ്ടാമത് വക്കീൽ നോട്ടീസ് അയച്ചു. മൂന്നാമത് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചാൽ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ അമ്മേനെ ഞാൻ നോക്കിയിട്ടില്ലെങ്കിലും കേരളത്തിലെ പോലീസ് 3 വർഷം നോക്കിയിട്ടുണ്ട്. ഞാൻ അവരെ നിൽപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മയെ പോലെ നോക്കിയിട്ടുണ്ട്. രാവിലെ ഉറക്ക് കളിക്കുമ്പോൾ അമ്മ വരും. അല്ല, പോലീസ് എൻ്റെ വീട്ടിലേക്ക് വരും. ഉറക്ക് കഴിഞ്ഞോ നോക്കാം അമ്മ. രാത്രി 12 മണിക്ക് വരും. അമ്മ മര്യാദ കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്കി. നിങ്ങൾ ഉറങ്ങിക്കോ, ഞാൻ രാവിലെ വരുന്ന പറഞ്ഞ് പോലീസ് എന്ത് ചെയ്യും. ഇങ്ങനെ ഒരു 3 വർഷം എന്റെ വീട്ടിൽ രാവിലെയും രാത്രി എന്തുണ്ട് പോലീസുകാർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ പോകാതിരുന്നത്. ആ 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഗോകുലം ഗോപാലിന്റെ കടം തീർത്തതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്? വീട്ടിൽ പോയത്. ആ ഗോകുലം ഗോപാലൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ കൂടിയത്. അവരാണ് എന്നെ ഇങ്ങനെയാക്കി മാറ്റിയത്. മനസ്സിലായി? അപ്പൊ ഇവരെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ടല്ല. നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നെങ്കിൽ എത്ര മണിക്കൂറേ പണിയെടുക്കാൻ പറ്റുള്ളൂ? എത്ര? ഒരു 8 മണിക്കൂർ പണിയെടുക്കാൻ പറ്റുള്ളൂ. ആണോ? അല്ലേ? ഗോകുലം ഗോപാലിന് എത്ര മണിക്കൂർ പണിയെടുക്കുന്നത് അറിയാം നിങ്ങൾക്ക്? ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് അവരെ കൂടെ 10,000 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര ആളുകൾ? 10,000 ആളുകളുടെ ഒരു ടീം ഉണ്ട്. ആരുടെ കൂടെ? ഗോകുലം ഗോപാലന്റെ കൂടെ. ഈ 10,000 ആളുകൾ 8 മണിക്കൂർ വെച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കിട്ടും അറിയാം നിങ്ങൾക്ക്? ഒരു ദിവസം ഗോകുലം ഗോപാലിന് 10,000 × 8 80,000 മണിക്കൂറാണ് ഗോകുലം ഗോപാലന്റെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ. എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ടീം വർക്കിൽ കൂടെ. ഇനി നമ്മൾ ഒരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ 8 മണിക്കൂർ ആണോ? അല്ലേ? 30 ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് കൂട്ടിക്കോ 2880 മണിക്കൂർ കിട്ടും. 2880 മണിക്കൂറാണ് ഒരു മാസം നിങ്ങൾക്ക് കിട്ടും പണിയെടുത്താൽ. ഇനി 12 മാസം പണിയെടുത്താൽ 2880 × 12 നിങ്ങൾക്ക് കിട്ടും ഏകദേശം 28,000 മണിക്കൂർ. ഇനി 28,000 മണിക്കൂർ ഇൻറ്റു ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത്
കമ്മിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു 30 വർഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പണിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു 20ാമത്തെ വയസ്സ് തുടങ്ങിയാൽ 50 വയസ്സ് വരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 30 വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് 80,000 മണിക്കൂറാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഒരു മനുഷ്യന് പണിയെടുക്കാൻ പറ്റുന്നത്. എത്ര? 30 വർഷം പണിയെടുത്താൽ. ഗോകുലം ഗോപാലൻ എത്ര ദിവസം കൊണ്ട് 80,000 മണിക്കൂറാക്കിയത്? എത്ര? ഒറ്റ ദിവസം കൊണ്ട്. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് മറ്റൊരു കാഴ്ച വെച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മൾ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കുന്നത് ഗോകുലം ഗോപാലൻ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നു. എനിക്ക് കേരളത്തിൽ ഏറ്റവും വലിയ കോടീശ്വരൻ നിങ്ങൾ എടുത്ത് നോക്കിക്കോ. ആരാണ്? എം.എ. യൂസുഫ് അലി. എത്ര മണിക്കാണ് അവരെ കൂടെ? ചുരുങ്ങിയത് ഒരു 50,000 ആളുകൾ അവരെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പണിയെടുക്കുന്നുണ്ട്. 50,000 × 8 എത്ര? 4 ലക്ഷം. എത്ര? നമ്മൾ 5 ജന്മം എടുത്താൽ ഉണ്ടാക്കുന്നത് എം.എ. യൂസുഫ് അലി ഒറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കുന്നത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നിങ്ങൾ എടുത്ത് നോക്ക്. ആരാണ്? അംബാനി. എത്ര തൊഴിലാളികളുണ്ട്? 5 ലക്ഷം തൊഴിലാളികളുണ്ട് അവരെ കൂടെ. 5 × 8 40 ലക്ഷം മണിക്കൂർ. നമ്മൾ 40 ജന്മം എടുത്താൽ പോലും അവർ ഒരു ദിവസം ഉണ്ടാക്കുന്ന അത്ര വരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഉണ്ടാക്കാൻ പറ്റൂല. അപ്പൊ ടീം വർക്കിൽ കൂടെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, എല്ലാവരും സക്സസ് ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു ടീമിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇപ്പൊ നിങ്ങൾ ഒറ്റക്കാണ്. ഒരു 3 വർഷം എം.ഐ. നെസ്റ്റന്റെ കൂടെ ഉണ്ടെങ്കിൽ 1000കണക്കിന് ആളുകൾ നാളെ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആ 1000കണക്കിന് ആളുകൾ ഒരു ദിവസം 1 മണിക്കൂർ പണിയെടുത്താൽ പോലും നിങ്ങളെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ 1000 മണിക്കൂറായിട്ട് മാറുമില്ലേ? അങ്ങനെ ഒരു ടീമിനെ ഉണ്ടാക്കാൻ എം.ഐ. നെസ്റ്റന്റെ കൂടെ നിങ്ങൾ കടന്നു വരും. ഇനി എം.ഐ. നെസ്റ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്നും വേണ്ട, ഗൂഗിളിൽ കയറ്റി ഒന്ന് സെർച്ച് ചെയ്യും. ഇത് ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് ഇൻ ഇന്ത്യ നടത്തി കഴിഞ്ഞാൽ അത് 1ാമത്തെ കമ്പനി വരുന്നത് എം.ഐ. നെസ്റ്റ് മാർക്കറ്റിംഗ് പ്രോഡക്റ്റ്. ആ കമ്പനിയിലാണ് ഞാൻ നിങ്ങൾ അറിയാതെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭാഗ്യമാണ്, നമ്മൾ ചെയ്ത ഭാഗ്യമാണ് ഈ ഒരു എം.ഐ. നെസ്റ്റിൽ വന്നത് പോലും. അപ്പൊ നമ്മള് പുറംകാലം കൊണ്ട് ഇതിനെപ്പറ്റി അറിയാതെ തട്ടിക്കളയല്ലേ. ഇതിലെന്താ നഷ്ടപ്പെടാൻ? എന്താണ് നിങ്ങൾക്ക്? എന്താണ് നഷ്ടപ്പെടാൻ? ഞാൻ തുടങ്ങിയത് 25,000 രൂപക്കാണ് ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. എത്ര? 25,000 രൂപ. 25,000 രൂപ. അതിന് നിനക്ക് എത്ര കടമുണ്ട്? 12 ലക്ഷം രൂപ കടം. 25,000 രൂപ പോയിട്ട് ആരെങ്കിലും 25,000 രൂപ കടായിട്ട് ആരെങ്കിലും വെച്ചെങ്കിലും വെച്ചിട്ടുണ്ട്? ഞാൻ പറയാൻ വെക്കണം നോക്കില്ല. 25,000 രൂപ വെച്ചിട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ കടായിട്ട്? പോട്ടെ, ഒരു 10,000 രൂപ എവിടുന്നെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത്, നമ്മളിപ്പോ സാധാരണക്കാരുടെ കയ്യിൽ ഉണ്ടാവില്ല. ഒരു 10,000 രൂപ അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ടീം ഉണ്ടാവും. അത് മാർക്കറ്റ് ചെയ്ത് 4,000 രൂപ കിട്ടും. ഇന്ന് ഒരു ജോലി ചെയ്താൽ മാത്രം നമുക്ക് ജീവിക്കാനുള്ള വരുമാനം കിട്ടുമോ? ഇന്നൊരു എക്സ്ട്രാ വരുമാനമില്ലാതെ ഒരാൾക്കും ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. നിങ്ങൾ ഒരു സൈഡ് വരുമാനത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരു 10,000 രൂപക്ക് പ്രോഡക്റ്റ് എടുത്ത് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ നമ്മുടെ ടീം സപ്പോർട്ട് ചെയ്യും, നിങ്ങൾ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യും. 4,000 രൂപ കിട്ടും. ഒരാഴ്ച പോലും വേണ്ട 10,000 രൂപയുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ. വേണോ? 4,000 രൂപ എക്സ്ട്രാ കിട്ടിയില്ലോ ജോലിയുടെ കൂടെ. അങ്ങനെ ചിന്തിക്കൂ. നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് 3 വർഷം ഇതേപോലെ ഒരു പ്രോഗ്രാം സെന്ററിൽ മുടങ്ങാതെ വന്നു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവരി വീക്കിൽ 2,10,000 രൂപ കിട്ടുന്ന ആളായിട്ട് മാറും. ഈ പ്രോഗ്രാം സെന്ററാണ് ഓരോരുത്തരും വിജയം തീരുമാനിക്കുന്നത്. നിങ്ങൾ ഈ പ്രോഗ്രാമിൽ മുടങ്ങാതെ എല്ലാ ആഴ്ചയിലും വരികയാണെങ്കിൽ 3ാമത്തെ വർഷം നിങ്ങൾക്ക് 100% എന്ത് ചെയ്യും? അത് കിട്ടിയിരിക്കും. റെഡിയാണോ? ഞാൻ എന്തായാലും അവസാനിപ്പിക്കാൻ പോവുകയാണ്. പിന്നെ യൂണിയന്റെ കാര്യങ്ങളും ലീഗലായിട്ട്